ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നമുക്ക് ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ പച്ചരി നമുക്ക് ഒരു 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഞാനിതിപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഇടത്തരം 4 ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച ശേഷം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം കുതിർത്തിയെടുത്ത പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പച്ചരി മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ നമ്മൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അരച്ചെടുത്ത ഈ ബാറ്റർ വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. മീഡിയം ടൈപ്പ് സവാള ചെറിയതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് 1/4 ടീസ്പൂൺ. എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മീഡിയം ടൈപ്പ് തക്കാളിയാണ്. ഞാനിപ്പോൾ ഈ തക്കാളി ചെറുതായിട്ട് തന്നെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജീരകമാണ്. സാദാ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ദോശയുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അധികം തിക്കും പാടില്ല, എന്നാൽ അധികം ലൂസായിട്ട് പാടില്ല. ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ദോശ റെഡിയാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കയ്യിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത വശം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു ദോശ റെസിപ്പിയാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.